ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് അക്ഷയ്. അങ്ങനെ ഞാനും അവസാനം ഒരു ഐഫോൺ വാങ്ങി. ഇത്രയും നാളും ഐഫോൺ എന്ന് കേട്ടാൽ ഒരു പുച്ഛം മാത്രമായിരുന്നു. അതിന് കാരണം iOS മോശമായതുകൊണ്ടൊന്നുമല്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ ആയിരുന്നില്ല ഐഫോണിന്റെ ഒരു സീരീസും. കാരണം നമ്മുടെ നമ്മുടെ ബഡ്ജറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫോൺസിൽ ആ ഒരു സെയിം സ്പെക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഐഫോണിലേക്ക് പോകേണ്ട ഒരു ആവശ്യം തോന്നിയിട്ടില്ല. ആഗ്രഹം തോന്നിയാലും പോകാനും പറ്റില്ലായിരുന്നു. ലാസ്റ്റ് ഇപ്പോൾ എനിക്ക് ഒരു ഐഫോൺ വേണമെന്ന്, ഈ 11 സീരീസ് ഇറങ്ങിയപ്പോൾ എനിക്കൊരു ഐഫോൺ വേണമെന്ന് ശരിക്കും ഒരു ആഗ്രഹം തോന്നി. അത്രയും നല്ലൊരു സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിന്റെ ഡിസൈൻ വെച്ചിട്ട് കുറേ അധികം ട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ സ്റ്റിൽ ഒരു യൂട്യൂബ് ക്രിയേറ്റർ എന്ന രീതിയിലും ഒരു നല്ലൊരു ഫോട്ടോസ് എടുക്കാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും ഐഫോൺ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഫോൺ എടുത്തത്. ഇവിടെ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ ഐഫോൺ ആയിരിക്കും. കാരണം അവർക്ക് അത് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രത്യേക പ്ലാൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം, അതിനെപ്പറ്റി മാത്രമായിട്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഐഫോൺ മേടിച്ചിട്ടും വലിയ സംഭവം ഒന്നും കാണിക്കാനില്ല, ഒരു ഷോ ഓഫ് ഒന്നും കാണിക്കാനില്ല. അതുകൊണ്ട് ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ഈ ഒരു ഫോൺ എടുത്തത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ തോന്നിയോണ്ട് മാത്രം ചൂസ് ചെയ്ത ഫോണാണ് ഐഫോൺ. ഇത് iPhone 11 64GB ആണ്, ബ്ലാക്ക് കളർ. എനിക്ക് വേണമെങ്കിൽ iPhone 11 പ്രോയോ അല്ലെങ്കിൽ iPhone 11 Pro Max വാങ്ങായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നിയത് iPhone 11 ആണ്. സോ എന്തായാലും അടുത്ത വർഷം iPhone 12 ഇറങ്ങും. ഇത് എനിക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ iPhone 12ലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. സോ ഞാനിപ്പോൾ ഒരു iPhone 11 പ്രോയോ അല്ലെങ്കിൽ 11 Pro Max എടുത്ത് കാശ് കളയണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ iPhone 11 ചൂസ് ചെയ്തത്. സോ ഞാനിത് അവിടെ നിന്ന് മേടിച്ചപ്പോൾ തൊട്ട് എനിക്കിത് പൊട്ടിച്ച് നോക്കണം, ഒന്ന് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, യൂസ് ചെയ്ത് നോക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതെല്ലാം അടക്കി പിടിച്ച് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. സോ നമുക്കിനി ഒട്ടും വൈകാതെ ഇതിൻ്റെ അകത്ത് ഇതെങ്ങനെയാണ് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഐഫോൺ യൂസ് ചെയ്യാൻ പോകുന്നത്, iOS യൂസ് ചെയ്യാൻ പോകുന്നത്. സോ എന്തായിരിക്കും എക്സ്പീരിയൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് എല്ലാം നമുക്ക് നോക്കാം. റിവർ സൈഡിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫോണിന്റെ ക്യാമറ ടെസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കുറച്ച് നല്ല അടിപൊളി വിഷ്വൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ടാണെങ്കിലും വീഡിയോസ് എടുക്കാനായിട്ടാണെങ്കിലും നൈസ് സ്ഥലമാണിത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. iPhone 11 ഏറ്റവും പുതുതായിട്ട് കൊണ്ടുവന്നുള്ളൊരു ഓപ്ഷനാണ് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് സ്ലോ മോഷൻ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ അത് ടെസ്റ്റ് ചെയ്യാം. ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഗിംബൽ യൂസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ എന്തായാലും ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ നല്ലതാണ്. എന്നാലും കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പക്കാ രീതിയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഗിംബൽ യൂസ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഗിംബൽ യൂസ് ചെയ്താൽ കിട്ടുന്നതിൻ്റെ ഒരു ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.